ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അതാണ് മുഖവും മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ണൊക്കെ ആണെങ്കിൽ വാസവണ്ണനെ പോലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇച്ചു വന്നിട്ട് ട്രൈപ്പോഡെ പിടിക്കുന്നുണ്ട്. സോ ഞാൻ എന്തായാലും മുടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ക്ലീൻ അല്ലല്ലോ, മുടിയൊക്കെ ഒന്ന് ചീകി വെക്കാമെന്ന് വിചാരിച്ചു. വ്ളോഗ് എടുക്കുമല്ലേ. സോ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇച്ചുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. പിന്നെ വന്നിട്ട് എന്താ പ്രത്യേകിച്ച് പരിപാടി, ഈവനിങ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്കറിയത്തില്ല എത്രത്തോളം നടക്കുമെന്നുള്ളത്. ഒരു 10-14 ദിവസമെങ്കിലും ആയി കാണും ഞാൻ ആ തയ്യൽ മെഷീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. പാവം അവിടെ ഇരുന്ന് തുരുമ്പടിച്ച് പോകുമെന്നാണ് തോന്നുന്നത്. എനിക്ക് കുറച്ച് ദിവസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും 14 ദിവസമായെന്നുള്ളത് ഞാനിങ്ങനെ എണ്ണി നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഇനി എന്തായാലും ഇത്രയും ഗ്യാപ്പ് വന്നല്ലോ, അപ്പോൾ ആ ട്രാക്കിലോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. എന്ത് ചെയ്യാൻ, ഒന്ന് ഇതായി വരുമ്പോഴായിരിക്കും എഗെയിൻ ഒരു ഗ്യാപ്പ് വരുന്നത്. ഇതൊക്കെ ഇനി സെറ്റാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പം എനിക്കങ്ങനെ കുക്കിംഗ് ഒന്നും കാണിക്കാനില്ല. കാരണം ഞാൻ ഇവിടെ അധികം കുക്ക് ചെയ്യാറില്ല. ചിലപ്പം ഡിന്നർ കുക്ക് ചെയ്യും, പിന്നെ ചിലപ്പോൾ ലഞ്ച് കുക്ക് ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഭയങ്കര കണ്ടിന്യൂസ്ലി കുക്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് എന്താ പറയുക, ഞാനും എൻ്റെ റൂമും അത്രയൊക്കെ കാണിക്കത്തുള്ളൂ. പിന്നെ ഇപ്പം മാക്സിമം ഞാൻ ഇച്ചുവിനെ വീഡിയോയിൽ അധികം ഇൻക്ലൂഡ് ചെയ്യിക്കാറില്ല. പക്ഷേ ഇപ്പം അവളും എൻ്റെ ഡേയുടെ പാർട്ടായതുകൊണ്ട് ഇപ്പം ഞാൻ എങ്ങനെയൊക്കെ വെച്ചാലും അവളും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സോ ഓക്കെ, അത് കുഴപ്പമില്ല. കാരണം എനിക്ക് അവളെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. അല്ലെ പിന്നെ നിങ്ങൾ എൻ്റെ മരമോന്തയും റൂമും കണ്ട് മടുക്കേണ്ടി വരും. കാരണം ഞാൻ അങ്ങനെ വീടിന് വെളിയിൽ അധികം ഇറങ്ങാറൊന്നും. എൻ്റെ അയൽവക്കക്കാർ പോലും എന്നെ റെയറായിട്ടേ കാണാറുള്ളൂ. നമ്മളപ്പോൾ പറഞ്ഞു നിർത്തിയത് കുക്കിങ്ങിൻ്റെ കാര്യമല്ലായിരുന്നോ. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പോലും, ഇപ്പോൾ ഇവിടെ ഞാൻ കുക്ക് ചെയ്താലും ഞാൻ ക്യാമറ അന്നേരം എടുത്തുകൊണ്ട് വരാനും സെറ്റ് ചെയ്യാനും ഒന്നും ഓർക്കത്തില്ല. വിശപ്പിൻ്റെ വിളിയിൽ ഓടിപ്പോയി കുക്ക് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പോയി മുട്ടക്കറി വെക്കാനുണ്ട്, യുനോ. അതത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഇച്ചുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ഓൾറെഡി ഞാൻ അവളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനും ഇറങ്ങുക. സോ അങ്ങനെ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ അധികം എടുത്തില്ല. കാരണം വേറൊന്നുമില്ലായിരുന്നു. ഞാൻ ലഞ്ച് കഴിച്ചു, പിന്നെ കയറി കിടന്നുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. സോ അന്നേരം ഇപ്പോൾ എന്തോ വീഡിയോ എടുക്കാനാ. വേണമെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ കുത്തി കയറ്റാമായിരുന്നു. ഇനി അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ അതെല്ലാം ശ്രദ്ധിക്കാം. പിന്നെ ഈവനിങ്ങിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് മിക്ക ദിവസം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മീൻസ് അത്ര കൺസിസ്റ്റൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആകെ ചെയ്യുന്നത് വല്ലപ്പോഴും. അപ്പോൾ അതും കൂടെ വീഡിയോ ഓണാക്കി പിന്നെ എൻ്റെ ശ്രദ്ധ മൊത്തം അങ്ങോട്ട് പോകും. അപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ജസ്റ്റ് കാണിച്ചങ്ങ് പോകാം. അതല്ലാതെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട്, അല്ലേ തന്നെ ഞാൻ പ്രൊഫഷണലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഭയങ്കര ട്രെയിൻഡായിട്ടുള്ള ആളോ ഒന്നുമല്ല. എനിക്ക് വർക്കാവുന്ന പോലെ ഞാൻ പണ്ട് തൊട്ട് ചെയ്യുന്നത് എന്താണോ അതൊക്കെ തന്നെ ഇപ്പോഴും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്നെ കാണുമ്പോൾ ആരും അയ്യോ വണ്ണം കുറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഒരു രീതിയിലുള്ള ഡയറ്റും നോക്കുന്നില്ല. പിന്നെ ആകെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഇനിയും വണ്ണം വെക്കരുത്, അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. എൻ്റേതായിട്ടുള്ള സമയം എനിക്ക് വേണ്ടേ. എപ്പോഴും ക്യാമറയും കൊണ്ട് നടക്കാൻ പറ്റുമോ? പിന്നെ നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വ്ളോഗ് ചെയ്യുന്നതെന്ന് ചോദിക്കല്ല, അതും എൻ്റെ ഇഷ്ടം. ഓക്കെ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും എൻ്റെ റൂം തന്നെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. എന്നാലും ഈ പറഞ്ഞ പോലെ പിന്നെയും അത് ഇതാകും. പിന്നെയും അത് ആ ഒരു ഓർഗനൈസ് ചെയ്ത് വെച്ച് എല്ലാം പോകും. ഒന്നെങ്കിൽ ഞാൻ നിരത്തും, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു പുത്രി ഉണ്ടല്ലോ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചപ്പോൾ അവൾ നേരെ ഓപ്പോസിറ്റായി. എന്ത് ചെയ്യാൻ. പിന്നെ ഇതൊക്കെ എൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ പണിയായുധങ്ങളാണ്. കുറേ അതിൻ്റെ കേബിൾസും പിന്നെ കുറേ ട്രൈപോഡ്, അങ്ങനെ കുറച്ച് സ്റ്റാൻഡ്,
അങ്ങനെ കുറച്ച് ഐറ്റംസാണ്, മൈക്കുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചത്. ഇത് ഞാൻ ആക്ച്വലി ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ബോക്സിലായിരുന്നു ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇച്ചു ഓരോ തവണയും വന്ന് അതെല്ലാം പറക്കിയെടുത്തുകൊണ്ട് പോന്നു. പിന്നെ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ പറക്കിയെടുക്കേണ്ട അവസ്ഥയായി. അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്ത് തന്നെ പിന്നെ ഇന്നങ്ങ് ഒതുക്കിയേക്കാം. അപ്പോൾ ഇതാകുമ്പോൾ അവൾ അധികം പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നേരം ഈ ക്യാമറയുടെ കാര്യമോ വ്ളോഗിൻ്റെ കാര്യമോ ഒന്നും ഓർത്തില്ല. എങ്ങനെയെങ്കിലും ഫുഡൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ മതിയെന്നായിരുന്നു. അതും ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഡിസൈഡ് ചെയ്തതാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഫുഡ് ഉണ്ടാക്കാൻ പോവാൻ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കധികം ക്യാമറ സെറ്റ് ചെയ്യാനോ വ്ളോഗ് എടുക്കാനോ ഒന്നും ഉള്ള ടൈമില്ല. വിശപ്പിൻ്റെ വിളി വരുന്നു. സോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കൽ നടന്നില്ല. അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്താ, ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ? ഇതൊന്നൊന്ന് ക്യാമറ അണ്ണാക്കിക്കൊണ്ട് വെച്ചേക്കുവാന്നൊന്ന് ചോദിക്കല്ലേ. ശരിയാ, കുറച്ചുകൂടെ ദൂരെ വെക്കണം അല്ലേ? അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇതിൽ കുറച്ച് ദൂരെ വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ മുഖമൊക്കെ കാണാമല്ലോ, മറ്റേ വാ മാത്രമേ കാണത്തുള്ളായിരുന്നു. ഇതാണ് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ. അവൾ ഒന്നെങ്കിൽ ഒരു പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിൻ ഇങ്ങനെ നാട്ടി നിർത്തും. പ്ലെയിൻ ആണെന്നോ ജെറ്റാണെന്നോ എന്തോ അന്ന് എനിക്കറിയത്തില്ല, അതിങ്ങനെ നാട്ടി നിർത്തും. അതല്ലെങ്കിൽ ഈ സാധനം ഇതെന്ത് സൈക്കിളാണോ സ്കൂട്ടറാണോ എന്തോ, എനിക്ക് ഇതിൻ്റെ ആക്ച്വൽ പേരറിയത്തില്ല. സോ അതിങ്ങനെ നാട്ടി നിർത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിലിങ്ങനെ മറ്റേ വർക്ക്ഷോപ്പിൽ പണിയുന്ന പോലെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അതൊക്കെയാണ് അവളുടെ ഇത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് റെസിസ്റ്റൻസ് ബാൻഡ്, അതോ റെസിസ്റ്റൻറ്റ് ബാൻഡാണോ? അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഇത് പല വെയ്റ്റിൻ്റെ വരുന്നുണ്ട്. 15 kg, 20 kg, 25 kg, അങ്ങനെ പല വെയ്റ്റിൻ്റെ വരുന്നുണ്ട്. ഇതിപ്പം 15-ൻ്റെയാണ്, 15 kg. ഇത് 15-ൻ്റെ ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ, ജിമ്മിലൊന്നും പോവാതെ വീട്ടിൽ ചെയ്യണമെങ്കിൽ ഇത് നല്ലതാണ്. ഇത് നമുക്ക് ജനലയിലോ അല്ലെങ്കിൽ കതകയിലോ വല്ലതും ഹാങ് ചെയ്തിട്ടിട്ട് നമുക്കിത് ചെയ്താൽ ഷോൾഡറിനും കൈക്കും ഒക്കെ ഉള്ള വർക്കൗട്ടാണ്. സോ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉച്ച അവിടെ തകർക്കുമെന്ന് തോന്നുന്നു. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് നിർത്തുവാണ്, കിടക്കാൻ പോവാം. പിന്നെ ഞാനിപ്പം സ്റ്റിച്ച് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഓ മൈ ഗോഡ്, 2 ആഴ്ചയോളമായി. അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഈവനിങ്ങിൽ രാവിലെ പറ്റത്തില്ലായിരുന്നു. രാവിലെ ഇച്ചനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. സോ പക്ഷേ ഈവനിങ്ങിൽ സ്റ്റിച്ചിങ് പറ്റിയില്ല. ഞാനിവിടെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് ക്ലീൻ ആയോ എന്ന് ചോദിച്ചാൽ അത്ര ഇതായിട്ടൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടെ കുറച്ചിങ്ങനെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അത് പതുക്കെ ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ അതിൻ്റെ പുറകെ പോയി. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോയി. അങ്ങനെ ടൈം പോയി. അപ്പോൾ നാളെ എന്തായാലും സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുക്കും. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.